വിഷയം സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എത്രത്തോളമുണ്ട്. സ്ത്രീകൾ വർക്കൗട്ട് ചെയ്താൽ പുരുഷന്മാരെ പോലെ ഒരുപാട് മസിൽ വരും, അല്ലെങ്കിൽ സ്ത്രൈണത നഷ്ടപ്പെടും. ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ നോക്കാം നമുക്ക്. ശരിയാണ്. പൊതുവെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, സ്ത്രീകൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ആണുങ്ങളെ പോലെ മസിൽ വരും, അതുകൊണ്ട് ഈ ജിമ്മിൽ പോകണ്ട, വീട്ടിൽ പറ്റുന്ന വീട്ടിലത്തെ ജോലികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തന്നെ ധാരാളമല്ലെന്ന്. സ്ത്രീകളും ഇത് തന്നെ പറയാറുണ്ട്, എനിക്ക് വീട്ടിൽ ഇഷ്ടംപോലെ പണിയുണ്ട്, വീട്ടിലത്തെ പണി തന്നെ തീരണില്ല, നേരം വെളുത്ത് വൈകുന്നേരമോളം പണിയെടുക്കാനുണ്ടെന്ന് പറയും. പക്ഷെ ഓരോ വിചാരം എന്താന്ന് വെച്ചാൽ ഈ പണിയൊക്കെ എടുത്താലും നമ്മൾ ഈ പറയുന്ന വ്യായാമത്തിന് തുല്യാവുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. വീട്ടിലെ ജോലി ഒരിക്കലും ഞാൻ കുറച്ച് പറയുന്നില്ല, കാരണം ഞാനൊരു സ്ത്രീയാണ്. വീട്ടിലെ ജോലി ഒരിക്കലും നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷെ വീട്ടിലെ ജോലിയും നമ്മുടെ വർക്കൗട്ടും തമ്മിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ബന്ധപ്പെടുത്താൻ പറ്റൂല. അത്രയും വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, ഒരു 10-20 വർഷം മുമ്പുള്ളവരൊക്കെ ഏകദേശം നല്ല ഹെൽത്തി ആയിരുന്നല്ലോ, നല്ല ഫിറ്റ് ആയിരുന്നല്ലോ, അവർ ഒരുപാട് ഭക്ഷണം കഴിക്കുമായിരുന്നല്ലോ, അവർ ജിമ്മിലൊന്നും പോയിട്ടൊന്നല്ലല്ലോ. അന്ന് അവരൊരുപാട് ഭക്ഷണം കഴിച്ചാലും നമ്മൾ ഇന്നൊക്കെ ആളുകൾ വീട്ടുജോലിക്ക് അപ്പുറം അവർ ബേൺ ചെയ്യുന്ന കാലോറി, അവർക്ക് വണ്ടി സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ഒരുപാട് നടക്കുന്നുണ്ടായിരുന്നു, അവർ അത്രയും അധ്വാനിക്കുന്നുണ്ടായിരുന്നു. ഇന്നൊന്നും നമ്മൾ ചെയ്യുന്നതിലും അപ്പുറം എത്രയോ മടങ്ങായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ നമ്മൾ കല്യാണ വീഡിയോ അല്ലെങ്കിൽ കാസറ്റുകളൊക്കെ എടുത്താൽ കാണാം, അവർ ഏകദേശം ഒരു 99% ആളുകളും ഒരു കുടവേറൊന്നും ചാടിയവരൊന്നും കാണൂല, അത്യാവശ്യം എല്ലാവരും ഹെൽത്തി ആയിരുന്നു. ഇന്ന് അതുപോലെയല്ല ജീവിത രീതിയൊന്നും. അപ്പോൾ സ്ത്രീകൾ വർക്കൗട്ട് ചെയ്താൽ മസിൽ വരില്ല എന്ന് പറയുന്നതിൻ്റെയും, അതുപോലെ ഇപ്പോൾ വർക്കൗട്ട് ഒരുപാട് ചെയ്താലും സ്ത്രൈണത നഷ്ടപ്പെടില്ല എന്ന് പറയുന്നതിൻ്റെയും കാരണം എന്താ? സ്ത്രീകൾ വർക്കൗട്ട് ചെയ്താൽ ഒരിക്കലും പുരുഷന്മാരെ പോലെ ഒരിക്കലും നമുക്ക് വലിയ മസിലും ബോഡിയൊന്നും ഉണ്ടാവില്ല. കാരണം സിമ്പിളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീകളുടെ ഹോർമോണും പുരുഷന്റെ ഹോർമോണും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം ഒരു സ്ത്രീനെ സംബന്ധിച്ച് പുരുഷനേക്കാൾ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ വളരെ കുറവാണ് സ്ത്രീകൾക്ക്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുരുഷന്മാരെ പോലെ മസിൽ ബിൽഡാവാൻ വളരെ സാധ്യത കുറവാണ്. ഇനി നമുക്ക് സ്വാഭാവിക മസിലിനെ ഉണ്ടായി വരണമെങ്കിൽ അതിന് ടൈം എടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒരിക്കലും പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്ക് മസിൽ വരൂല എന്ന് പറയാൻ കാരണം അതൊരു തെറ്റായ ധാരണയാണ്. അത് ആളുകൾ പറഞ്ഞു വരുത്തിയ തെറ്റിദ്ധാരണ മാത്രമാണത്. നമുക്കറിയാം, സ്ത്രീകൾക്ക് ഇഞ്ചുറി പുരുഷന്മാരെക്കാളും ചാൻസ് കൂടുതലാണ് ഇഞ്ചുറി വരാൻ. അപ്പം ഇത് പരിഹരിക്കാനുള്ള ഒരു കാരണം കൂടിയാണല്ലോ നമുക്ക് അവർ വർക്കൗട്ട് ചെയ്യണമെന്ന് നമ്മൾ പറയാൻ മെയിനായിട്ടുള്ള കാരണം. ശരിയാണ്. കാരണം പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്ക് ഇഞ്ചുറി വരാൻ കൂടുതലാണെന്ന് പറയാൻ കാരണം ഇപ്പം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ ഇടുപ്പലിന് വീതി കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യൂ ആംഗിൾ എന്നറിയപ്പെടുന്ന തുടയലും കാൽമുട്ടും തമ്മിൽ പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്ക് അന്തരം കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാൽമുട്ടിൻ്റെ പരിക്കൊക്കെ വരാൻ ചാൻസ് കൂടുതൽ എപ്പോഴും സ്ത്രീകൾക്കാണ്. നമ്മൾ പൊതുവെ കാണാറുണ്ട്. നമ്മൾ ഉമ്മമാർക്കായാലും പ്രായമുള്ള ആൾക്കാർ പുരുഷന്മാരെക്കാളും കൂടുതൽ, അതെ പുരുഷന്മാരെക്കാളും കൂടുതൽ 10 ഇരട്ടി കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പം അത്രയും ചാൻസസ് സ്ത്രീകൾക്ക് കൂടുതലാണ് ഇഞ്ചുറി വരാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെയൊക്കെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, റെസിസ്റ്റന്റ് വർക്കൗട്ട് പോലെയുള്ള, അതായത് ഡംബൽസ്, വെയിറ്റ് ട്രെയിനിങ്, അതിനെയാണ് നമ്മൾ റെസിസ്റ്റന്റ് വർക്കൗട്ട് എന്ന് പറയുക. ബാൻഡുകൾ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്ന വർക്കൗട്ടാണ് റെസിസ്റ്റന്റ് വർക്കൗട്ട് എന്ന് പറയുക. ഇത്തരം വർക്കൗട്ടുകളൊക്കെ ചെയ്തിട്ട് നമ്മുടെ മസിൽസിനെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഇതിന്നൊക്കെ ഒരു മോചനം കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഈ വെയിറ്റ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഒരിക്കലും എന്ത് സംഭവിക്കൂല, അവിടെ വലിയ മസിലൊന്നും ബിൽഡാവാനൊന്നും പോകുന്നില്ല. അതുപോലെ അപ്പോൾ ഒരു വ്യായാമം ചെയ്യാത്ത സ്ത്രീക്ക് മാനസികമായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും? വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇഞ്ചുറി പോലെ തന്നെ നമ്മുടെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നത്, അല്ലേ? ഒരു സ്ത്രീയുടെ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും നന്നായാൽ മാത്രമേ ഒരു കുടുംബം നന്നാവുള്ളൂ എന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. അല്ല, അത് അങ്ങനെ തന്നെയാണ്. ഒരു 80-85% അത് സത്യം തന്നെയാണ്. അപ്പം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വിഷാദരോഗം പോലെയുള്ള അസുഖങ്ങൾ സ്ത്രീകളിൽ പുരുഷന്മാരെക്കാളും ഒരു 2 ഇരട്ടിയോളം നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പം ഇതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ചിട്ടയായ ഭക്ഷണ രീതിയും കൃത്യമായ വ്യായാമവും. ഇത് രണ്ടും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇത്തരം അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം ഉണ്ടാവുള്ളൂ.
അതുപോലെ നമ്മൾ സ്ത്രീകൾ കണ്ടുവരുന്ന അവസ്ഥകളാണ് പ്രസവത്തിന്റെ ശേഷവും അല്ലെങ്കിൽ പ്രസവത്തിന്റെ സമയവും, അതുപോലെ ആർത്തവത്തിന്റെ സമയം, അതുപോലെ ആർത്തവ വിരാമത്തിന്റെ സമയം, അത് മെനോപോസ്. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പല സ്ത്രീകളിലും വിഷാദ രോഗങ്ങളും അതുപോലെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇത്തരം അവസ്ഥകളെ നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രമീകൃത ആഹാര രീതികളും അതുപോലെ തന്നെ നല്ല വ്യായാമങ്ങളും കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇതൊന്നൊരു മോചനം ഉണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകത്തേ ഉള്ളൂ. കാരണം ഇത് ഈ ഒരു എന്താ പറയാ, ഈ ഒരു അവസ്ഥയിൽ നിൽക്കുക എന്നല്ലാതെ ഒന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഡിപ്രഷനിലും അതുപോലെ ഈ വിഷാദ രോഗത്തിലും ഇങ്ങനെ ഇരിക്കാൻ ആർക്കും താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം അതിനെ ഓവർകം ചെയ്യാനുള്ള വഴിയാണ് നല്ല വ്യായാമം ചെയ്യുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ചെയ്യും നിങ്ങളുടെ ഡിപ്രഷൻ മാറും. അതുപോലെ നിങ്ങളുടെ ഹാപ്പി ഹോർമോൺ, അതായത് ഡോപ്പമൈൻ ഹോർമോൺ ഇൻക്രീസ് ചെയ്യും. അതുമൂലം നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും, നല്ല ഉന്മേഷം കിട്ടും, ആവേശം കിട്ടും, സമാധാനം കിട്ടും. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഘടകമാണ്. അപ്പോൾ സ്ത്രീകൾ വർക്കൗട്ട് ചെയ്ത് അവരുടെ സ്ട്രെയിനർ നഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ഒരുപാട് വ്യായാമം ചെയ്ത് അവർക്ക് മസിൽ വരില്ല എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്തത് അവർക്ക്. കറക്റ്റ്. ഒരിക്കലും ഇല്ല, അങ്ങനെ വർക്കൗട്ട് ചെയ്താൽ ഒരിക്കലും ഒരു സ്ത്രീയുടെ സ്ട്രെയിനർ നഷ്ടപ്പെടുകയോ മസിൽ വരികയോ ചെയ്യില്ല എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ അതിൻ്റെ ആരോഗ്യപരമായ വശങ്ങൾ എന്താണ്, പിന്നെ ഭക്ഷണ രീതിയിലായാലും വർക്കൗട്ടിൻ്റെ രീതിയിലായാലും എത്രത്തോളം അതിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതും കൂടെ ആയിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം എന്നുള്ളത്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടേഴ്സിനോട് ചോദിക്കാം. നിങ്ങൾ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ ട്രെയിനേഴ്സിനോട് ചോദിക്കാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കണമെങ്കിൽ അത് ഞങ്ങളോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റിലൂടെ ചോദിക്കാം, അല്ല ഇൻസ്റ്റയിലൂടെ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് സംശയങ്ങൾ ചോദിക്കാം. അപ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഇന്നത്തെ കണ്ടന്റ് ഞങ്ങളോട് അവസാനിപ്പിച്ചു. ബൈ.